2025 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാരാണ്. അപ്പം നക്ഷത്രം വിശാഖമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലത്ത് എടുത്തിട്ട് ജാനുവരി 10-ൻ്റെ മലയാള മാസം എന്താണെന്ന് നോക്കിയാൽ ഇനി നമുക്ക് തുലാമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. തുലാമാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ മോശമായിട്ടാണ് കാണുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാണ് കാണുന്നത്. ഫെബ്രുവരി മാസം പൊതുവെ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും ഫെബ്രുവരി മാസം നല്ലതായിട്ട് തോന്നുന്നില്ല. മാർച്ച് മാസമാകട്ടെ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. മെയ്, ജൂൺ മാസങ്ങൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാകും. ദൂരയാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മെയ്, ജൂൺ മാസങ്ങളിലാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മെയ് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്കെല്ലാം അവസരം. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഹോദരങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ഒക്ടോബർ, നവംബർ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രകൾക്കെല്ലാം അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. ചില ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അതേസമയം ഒക്ടോബർ മാസം ട്രാൻസ്ഫർ ഉണ്ടാകും. ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുന്നതിനെല്ലാം സാധ്യതയുണ്ട്. ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾക്ക്, ദീർഘയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ചില ശത്രുതകളെല്ലാം കാണുന്നുണ്ട്. കുടുംബപരമായ, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമല്ല. ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്.
കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് വളരെ നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. മാർച്ച് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ്. എന്നാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയ്, ജൂൺ മാസങ്ങൾ മനസമാധാനക്കുറവാണ് കാണുന്നത്. അത്ര നല്ല മാസം, മനസ്സിലൊരു സമാധാനക്കുറവാണ് പൊതുവേ കാണുന്നത്. മെയ്, ജൂൺ മാസം. ജൂലൈ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മക്കളെയല്ല, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ഒക്ടോബർ, നവംബർ മാസം പറയാം. ഒക്ടോബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെ പറ്റിയതാണ്. അച്ഛനും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾക്ക്, ദൂരയാത്രകൾക്ക് അവസരം എല്ലാം കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. നവംബർ, ഡിസംബർ മാസങ്ങൾ പൊതുവേ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഭാഗ്യമുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ പൊതുവെ ദൂരയാത്രകളെല്ലാം പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മാസം, ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമായിട്ടാണ് കാണുന്നത്. കാര്യമായിട്ട് വേറെ ദോഷങ്ങളൊന്നും പറയാനൊന്നും ഇല്ല. ഇനി ധനുമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. ധനുമാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. മനസമാധാനക്കുറവ്, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത്. ഫെബ്രുവരി മാസം പൊതുവെ മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. സഹോദരാദികൾക്കൊന്നും നല്ലതല്ല. മക്കൾക്കും മാതാവിനും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത തടസ്സങ്ങൾ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല. മാർച്ച്, ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും അധികം പോകരുത്. മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. ജൂൺ, ജൂലൈ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്.
കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ച് മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ദൂര യാത്രകൾക്ക് പറ്റിയതാണ്. ഉല്ലാസ യാത്രകൾക്കെല്ലാം പറ്റിയതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും പിതാവിനും സഹോദരാദികൾക്കും നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും എല്ലാം ട്രാൻസ്ഫറിനും സാധ്യതയുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിച്ചാൽ കണ്ടെത്തും. ഉല്ലാസ യാത്രകൾ പോകാൻ, ദൂര യാത്രകൾ പോകുന്നതിന്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. അച്ഛനും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം.